നമസ്കാരം. പ്രിയദർശിനി പദ്ധതി ചതിച്ചു. 6000 രൂപ കുറവ്. 6 ആവശ്യങ്ങളുമായി സ്വകാര്യ ബസ് ഉടമകൾ. ജൂൺ 15-ന് UDF സർക്കാർ നടപ്പിലാക്കിയ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര 1.5 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയാണ് ഉയരുന്നത്. സ്ത്രീ യാത്രക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഈ പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിന് ശേഷം സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ ദിവസേന 3000 മുതൽ 6000 രൂപ വരെ കുറവുണ്ടാകുന്നതായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. പദ്ധതി ആരംഭിച്ചതോടെ KSRTC ഓർഡിനറി ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ജീവനക്കാർ പറയുന്നതനുസരിച്ച് ദിവസേന ഏകദേശം 6000-ഓളം പുതിയ യാത്രക്കാരാണ് KSRTC ബസ്സുകളിലേക്ക് എത്തുന്നത്. അതേസമയം ഈ യാത്രക്കാരിൽ വലിയൊരു വിഭാഗം മുൻപ് സ്വകാര്യ ബസ്സുകൾ ഉപയോഗിച്ചിരുന്നവരാണെന്നാണ് ബസ് ഉടമകളുടെ വാദം. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. പാലക്കാട്, തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, പാലക്കാട്, ഗുരുവായൂർ, പാലക്കാട്, ചിറ്റൂർ തുടങ്ങിയ പ്രധാന റൂട്ടുകളിലെല്ലാം സ്വകാര്യ ബസ്സുകളുടെ കളക്ഷൻ ഗണ്യമായി കുറഞ്ഞതായി ഉടമകൾ പറയുന്നു. മുൻപ് നിറഞ്ഞോടിയിരുന്ന പല ബസ്സുകളിലും ഇപ്പോൾ ഭൂരിഭാഗം സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇന്ധനവില ഉയർന്നതോടെ നേരത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് പ്രിയദർശിനി പദ്ധതി കൂടി വന്നതോടെ സ്ഥിതി കൂടുതൽ മോശമായെന്നാണ് ഉടമകൾ പറയുന്നത്. ചില ബസ് ഉടമകൾ ട്രിപ്പുകളുടെ എണ്ണം കുറച്ചും ജീവനക്കാരുടെ ശമ്പളം പകുതിയാക്കി കുറച്ചുമാണ് ഇപ്പോൾ സർവീസ് തുടരുന്നത്. ചിലർക്ക് ട്രിപ്പ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയുമുണ്ട്. സർവീസ് നിർത്തിവെച്ച ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും ബസ് ഉടമകൾ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് ഏകദേശം 40,000 പേർക്ക് നേരിട്ടും അതിന്റെ ഇരട്ടിയോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന മേഖലയാണ് സ്വകാര്യ ബസ് വ്യവസായം. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖല പൂർണ്ണ തകർച്ചയിലേക്ക് പോകുമെന്നാണ് ബസ് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. ബസ് ഉടമകൾ പറയുന്നതനുസരിച്ച് സർക്കാർ സ്വകാര്യ ബസ് മേഖലയുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയത്. പദ്ധതി ആരംഭിച്ച് 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് വിഷയം പഠിക്കാൻ സമിതിയെക്കുറിച്ച് പോലും സർക്കാർ ആലോചിച്ചതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. KSRTC ബസ്സുകളുടെ സമയക്രമം മാറ്റിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന സർക്കാർ നിർദ്ദേശത്തോടും ബസ് ഉടമകൾക്ക് യോജിപ്പില്ല. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഒരേ റൂട്ടിൽ ഇടകലർന്നാണ് സർവീസ് നടത്തുന്നത്. അത്തരത്തിൽ സമയക്രമം മാറ്റി സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാമെന്ന ആശയം പ്രായോഗികമല്ലെന്നാണ് അവരുടെ അഭിപ്രായം. പലയിടങ്ങളിലും സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളിൽ കയറാതെ പ്രിയദർശിനി സൗജന്യ യാത്ര ലഭിക്കുന്ന KSRTC ബസ്സുകൾക്കായി കാത്തു നിൽക്കുന്നതായും ബസ് ഉടമകൾ പറയുന്നുണ്ട്. പരസ്യങ്ങളിലൂടെ അധിക വരുമാനം കണ്ടെത്താമെന്ന നിർദ്ദേശവും യഥാർത്ഥത്തിൽ ഫലപ്രദമാകില്ലെന്നാണ് അവർ പറയുന്നത്. സ്വകാര്യ ബസ് മേഖലയെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്താതെയും ബസ് ഉടമകളുടെ അഭിപ്രായം കേൾക്കാതെയുമാണ് സർക്കാർ ഇത്ര വലിയ തീരുമാനം എടുത്തത് എന്നാണ് സംഘടനകളുടെ വിമർശനം. ത്രൈമാസ റോഡ് നികുതി 50% കുറച്ചാലും ഒരു ബസ്സിന് ദിവസം ഏകദേശം 150 രൂപ മാത്രമാണ് ലാഭം ലഭിക്കുക. ഒരു സ്വകാര്യ ബസ്സിന് ദിവസേന ശരാശരി 100 ലിറ്റർ ഡീസൽ ആവശ്യമാണ്. ഇന്ധന സെസ്സിൽ ലിറ്ററിന് 2 രൂപ കുറച്ചാൽ ദിവസം 200 രൂപയുടെ ആശ്വാസം മാത്രമേ ലഭിക്കൂ. എന്നാൽ പ്രിയദർശിനി പദ്ധതി കാരണം ഉണ്ടാകുന്ന ഓരോ ദിവസത്തെയും വരുമാന നഷ്ടം ഇതിലും പല മടങ്ങ് കൂടുതലാണെന്ന് ബസ് ഉടമകൾ കണക്കുകൾ സഹിതം വ്യക്തമാക്കുകയാണ്. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്ന ആവശ്യം ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ സർക്കാരിന് മുൻപിൽ വെച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറായില്ലെന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആരോപിക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ സംസ്ഥാനത്ത് 1000-ലധികം സ്വകാര്യ ബസ്സുകൾ G-ഫോം നൽകി സർവീസ് നിർത്തിയതായും സംഘടന പറയുന്നുണ്ട്. 1 വർഷം വരെ സർവീസ് നടത്താതെ നികുതി ഒഴിവാക്കാൻ G-ഫോം നൽകാൻ സാധിക്കുമെന്നതിനാലാണ് പലരും ഈ മാർഗം സ്വീകരിക്കുന്നതെന്നും അവർ പറയുന്നു. KSRTC സർവീസുകൾ കൂടുതലുള്ള ജില്ലകളിലാണ് സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. റൂട്ടുകൾ അനുസരിച്ച് ഒരു സ്വകാര്യ ബസ്സിന് ദിവസേന 1000 മുതൽ 6000 രൂപ വരെ വരുമാന നഷ്ടം ഉണ്ടാകുന്നതായാണ് സംഘടനയുടെ കണക്ക്. പാലക്കാട് ജില്ലയിൽ മാത്രം 90-ലധികം സ്വകാര്യ ബസ്സുകൾ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. അവയിൽ 50-ലധികം ബസ്സുകൾ ഇതിനകം G-ഫോം നൽകിയതായി സംഘടന അറിയിച്ചു.
സ്ത്രീകളുടെ ക്ഷേമത്തിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾക്കെതിരെ തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും എന്നാൽ നിലവിലെ രീതിയിൽ പദ്ധതി നടപ്പാക്കുന്നത് സ്വകാര്യ ബസ് മേഖലയെ തകർക്കുകയും നൂറുകണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. KSRTCക്ക് സർക്കാർ സബ്സിഡി നൽകുന്നത് പോലെ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാം. അതിന് ആവശ്യമായ ടിക്കറ്റ് തുക സർക്കാർ റീഇംബേഴ്സ് ചെയ്ത് നൽകിയാൽ മതിയെന്നും അവർ ആവശ്യപ്പെടുന്നു. സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒരു ജനക്ഷേമ പദ്ധതി എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടണം. അതിനായി സ്വകാര്യ ബസ്സുകളെയും പദ്ധതിയുടെ ഭാഗമാക്കണമെന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പറയുന്നത്. ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ സർക്കാരിനോട് മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുപോലെ സ്വകാര്യ ബസ്സുകൾക്കും സർക്കാർ സാമ്പത്തിക സഹായം നൽകണം. സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണം. ഡ്രൈവർമാരെ ബസ് ഉടമകൾ നിയമിക്കണം. കണ്ടക്ടർമാരെ സർക്കാർ നിയമിക്കണമെന്നാണ് അവരുടെ നിർദ്ദേശം. KSRTCക്ക് നൽകുന്ന രീതിയിൽ സ്വകാര്യ ബസ്സുകൾക്കും സർക്കാർ ധനസഹായം അനുവദിക്കണം. ഒരു സ്വകാര്യ ബസ്സിന് ഓടുന്ന ഓരോ കിലോമീറ്ററിനും 55 രൂപ സർക്കാർ നൽകണം. യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന കളക്ഷൻ സർക്കാർ ഏറ്റെടുക്കണം. എന്നാൽ ബസ്സിന്റെ മറ്റ് എല്ലാ ചെലവുകളും ഉടമകൾ വഹിക്കും. അതിനൊപ്പം റോഡ് ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ ഉടമകൾ തയ്യാറാണ്. അതിന് ആവശ്യമായ തുക സർക്കാർ നൽകണം. ഇതിന് സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ കുറഞ്ഞത് ഡീസൽ പകുതി വിലയ്ക്ക് നൽകണമെന്നാണ് അവസാന ആവശ്യം. ഇനി അറിയേണ്ടത് സ്വകാര്യ ബസ് മേഖലയെ രക്ഷിക്കാൻ സർക്കാർ എന്ത് തീരുമാനം സ്വീകരിക്കും എന്നതാണ്.